Tell me to calm down. Look all around us here. Fall. It's easy to see from down here. If I'm not swinging, then the war is won. Caught before I'm falling for it all in front of us. Lightning stole the heavens open, rising over you. And isn't it obvious? You were right in front of me with the answer, with the answer. Sign on the dotted line, and the hands of authority know all that's left now is time. You were right in front of me with the answer, with the answer. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളുടെ ദൈവത്തിന്റെ സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുകളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ
ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനുയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുളി ചെയ്തുകൊണ്ട് ആദ്യത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ശുദ്ധി അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹമിത്രാകാൻ പോകുന്ന ഞങ്ങളുടെ അഞ്ജുവിനെയും സുബിനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ, ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന് കാവൽക്കാരനായ മാർ യോസേപ്പേ, ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാക്കാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണമായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതമായി കാത്തുകൊള്ളണമേ. ആമേൻ. സുവിശേഷം 2-ാം അധ്യായം. കാനായിൽ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ ക്രമത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരെ വീഞ്ഞായി മാറി ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തര വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. എത്രയും ദൈവമുള്ള മാതാവേ, എന്റെ സങ്കേതത്തോടെ വന്ന സഹായിയായി എന്റെ മാതൃസഭേശ്വരൻ ഒരുവനേക വീഴ്ചയാക്കിയിട്ടുള്ള കൈകളുടെ രാജ്ഞിയായ കന്യകേ, ദൈവമുള്ള മാതാവേ, ഈ വിശ്വാസത്തെ നിർഭാഗ്യനെയും ഭാവിയായ ഞാൻ എന്റെ യാതിയെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച മാതാവേ, എന്റെ വേഷിക്കാതെ ദയാപൂർവ്വം കേട്ടുകൊള്ളണമേ. ആമേൻ. Gift of grace is Jesus, my Redeemer. There is no more for heaven now to give. He is my joy, my righteousness and freedom, my steadfast love, my deep and boundless peace. To this I hold, my hope is only Jesus, for my life is wholly bound to His. Oh, how strange and divine, I can sing all is mine, yet not I, but through Christ in me.
He will bring me home. And day by day, I know He will renew me until I stand with joy before the throne. To this I hold, my hope is only Jesus. All the glory evermore to Him. When the race is complete, still my lips shall repeat, yet not I, but through Christ in me. To this I hold, my hope is only Jesus. All the glory evermore to Him. When the race is complete, still my lips shall repeat, yet not I, but through Christ in me. When the race is പാർക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പ്രധാനമറിയമേ, നിനക്ക് സമാധാനം. പാർക്കുമോ ദൈവമായ കർത്താവേ, സന്തോഷങ്ങളുടെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെയും നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നെ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ വായിക്കപ്പെടുകയും നിന്റെ ദയയാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു നൽകുകയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പോന്നനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും അത്ഭുതങ്ങളെ പ്രതിപ്പെട്ടിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയെ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. വിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സന്മാരുടെ ഗണത്തിലും ചേർന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോശോ അബ്ദുൽ സുബ്ഹാൻ ആമീൻ. ആമീൻ. ദൈവമേ, നിന്റെ കൃപയാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപം ധരിച്ച എന്റെ അതിക്രമങ്ങളെയൊക്കെയും മായ്ച്ചു കളയണമേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയ്ക്ക് ദൃശ്യതരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ എന്നെ വഴിപഠിപ്പിക്കും, പാപങ്ങളിലേക്ക് തിരികുകയും ചെയ്യും. എന്തെന്നാൽ ബലിയിൽ നീ ഇഷ്ടപ്പെട്ടില്ല, ഹോമത്തിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. അപ്പോൾ ഇഷ്ടപ്പെടും. അപ്പോൾ ദൈവമേ സന്തോഷം ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലമായ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള ഐകമത്യം ഇവരിലുണ്ടാവുകയും ചെയ്യണമേ. Oh,
നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ നല്ലോന്നതിയും സദാനേരവും ഇടപെടാതെ കരേറ്റുവാനിടയങ്ങൾ യോഗ്യരായി തീരണമേ. വിജാതീയപുത്രിയെ തനിക്ക് സഭയായി തെരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാർഗങ്ങളിൽ നിന്നും തന്റെ വിജയ രക്തത്താൽ അവളെ വെളിവാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും പരിശുദ്ധ പിശാചുക്കളുടെ ദാസങ്ങളിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന സ്തുതി തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്നേഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോദന വാഴ്വിന്റെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി സോടുകൂടെ ഇരിക്കുന്ന ദിവസങ്ങളിലൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മനുഷ്യരുടെ സർവ്വവിജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവികാനുഗ്രഹങ്ങളുടെ ഓർമ്മയുമായ ദൈവപുരാനെ നീ അനുസൃതമായ വെളിപ്പുള്ള ഓരോരും അനാദന്യമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന് ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിന് വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസം കൊണ്ട് ദയവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് വിവാഹ നിശ്ചയം നടത്തി അതിനെ നിനക്ക് വധവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരരക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെളിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് അതിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ നീ വസിപ്പിച്ചു. പരിശുദ്ധ സ്ത്രീകന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസനായ ഞങ്ങൾ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായതിനാൽ വിശദമായി തീരുവാൻ സമ്മതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ നീ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ ഈ മണവാളനും പുത്രിയായ ഈ മണവാട്ടിയും ജ്ഞാനസമ്പൂർണ്ണരും നിറവുള്ളവരുമായി തീരുവാനിടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, യുഗത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഇറയന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ അറിയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാകെ സന്നിഹിതനായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകെ നിന്ന്
ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധവുമായും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ ചെയ്യുമാറാകട്ടെ.
വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോചനം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടി പിതാവിനും പുത്രനും പരിശുദ്ധവുമായി സ്തുതി കയറ്റുകയും ചെയ്യുമാറാകട്ടെ. ഓശോ വക്കുല സുബ്ഹാൻ ലവൽമേ. ഭർത്തുമോ വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മശിഹാപുരം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പര വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോചനങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠനാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റിബെക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോചനങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ അലങ്കരിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങളുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പുമുദ്രകൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്ക് ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപടസ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിക്കാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യങ്ങൾ കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. സുരഭിലങ്ങളായ ശോഷാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാലനയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന് നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. പാർക്കുമോ ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസനാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാവുന്ന സമ്പാദ്യവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തെ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാസ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്ക് അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിവാഹത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് അതിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീമായാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവ് പുത്രനും പരിശുദ്ധവുമായുമാണമേ. ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വക്കുല സുബ്ഹാൻ ലവൽമീൻ. ഞാൻ
ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്നേഹ രാഹുഭവൻ നമ്മളോട് സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും സൈന്യത്തിൽ നിന്നും നിങ്ങളെ കാത്തോടുകയും ചെയ്യട്ടെ. ആമേൻ. ഏറ്റവും ബഹുമാനപ്പെട്ട സാജോച്ചൻ, ഇടവക വികാരി ലോച്ചൻ, മറ്റു ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠതയെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ട വിശ്വാസികളെ, ഈ വിവാഹ ശുശ്രൂഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളായ സുബിനും അഞ്ജുവും അവരുടെ പ്രിയ മാതാപിതാക്കളും സഹോദരങ്ങളുമായവരെ, എല്ലാവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം. അതിപരിശുദ്ധമായ സഭയുടെ വിവാഹ കൂദാശയിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഓരോ വിവാഹ കൂദാശകളും അതിൽ ഭാഗവാക്കാവുമ്പോൾ ഒരു സന്തോഷത്തിൻ്റെ അനുഭവവും അതോടൊപ്പം തന്നെ നല്ല ഓർമ്മ പുതുക്കുന്ന അനുഭവവും വൈവാഹിക ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ നല്ല ചിന്തകളെയും സ്മരണകളെയും ഒന്നുകൂടെ പൊടിതട്ടിയെടുക്കുന്ന നല്ല ദീപ്തമായ അനുഭവങ്ങളുമായി വിവാഹ കൂദാശ പരിണമിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. മോതിരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, റിംഗ് എന്നാണ് ഇംഗ്ലീഷിൽ പെട്ടെന്ന് പറയുന്നത്. റിംഗുമായിട്ട് ബന്ധപ്പെട്ട 2-3 കാര്യങ്ങൾ, 2-3 റിംഗുകൾ നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതായ 2-3 റിംഗുകളുടെ പ്രത്യേകതകളെ അല്പമായി ഒന്ന് ഓർപ്പിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ അനുഗ്രഹത്താൽ ഈ പ്രിയപ്പെട്ട സുബിനും അഞ്ജുവും അവരുടെ വിവാഹ ജീവിതത്തിന്റെ ആദ്യപടിയായ റിംഗുകൾ തമ്മിൽ ആശീർവദിച്ച് പ്രാർത്ഥിച്ച് ഈ പ്രിയപ്പെട്ടവർക്ക് നൽകുകയുണ്ടായി. ഇത് വിവാഹ മോതിരമെന്ന് അറിയപ്പെടുകയും അവരുടെ ജീവിതത്തിൽ എപ്പോഴും ആ വിവാഹ മോതിരം വിവാഹത്തെ കുറിക്കുന്നതായിട്ട് സൂചിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന റിങ്ങുകൾ അവരുടെ ജീവിതത്തിൽ ഈ റിങ്ങിനോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളായിട്ട് ഓർപ്പിക്കുന്നത്. ഒന്നാമത്തെ റിങ് എന്ന് പറയുന്നത് ഷെയറിംഗ് എന്നുള്ളതാണ്. എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ് ഷെയറിംഗ്. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും മധുരമുള്ളതാണെങ്കിലും കയ്പുള്ളതാണെങ്കിലും പരസ്പരം ഒന്ന് ഷെയർ ചെയ്യുവാനായിട്ടുള്ള അനുഭവം അവരുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് അനുഗ്രഹീതമായ ജീവിതമാണ്. ഇന്ന് പലപ്പോഴും നാം കാണുന്നത് ഭാര്യ എന്ത് വിചാരിക്കും, ഭർത്താവ് എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് പലരും പല കാര്യങ്ങളും പറയാതെ വെച്ച് അവസാനം സംശയത്തിൻ്റെതായ നിഴലിലേക്ക് വരികയും പല കുടുംബ ജീവിതങ്ങളും താറുമാറാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് മാറുന്നതും ഈ ഷെയറിങ്ങിന്റെ അപര്യാപ്തതയാണ് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുബിനെയും അഞ്ജുവിനെയും സംബന്ധിച്ച് ഓർപ്പിക്കുവാനായിട്ടുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തു തന്നെ ആണെങ്കിലും പരസ്പരം ഷെയർ ചെയ്യുവാനായിട്ടുള്ള ഒരു നല്ല മനോഭാവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും ജീവിതം പരാജയപ്പെടത്തില്ല. അതിമനോഹരമായ സ്വർഗം സന്തോഷിക്കുന്ന പൗർദീസയുടെ അനുഭവമുള്ള ഒരു കുടുംബ ജീവിതം നയിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത് ഓർപ്പിക്കുന്നത്. രണ്ടാമത്തെ റിങ്ങാണ് കെയറിംഗ് എന്ന് പറയുന്നത്. ഭാര്യ ദാഹിച്ചിരുന്നാൽ ഭർത്താവിന് കുടിക്കുവാനായിട്ട് നൽകണം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു സ്നേഹബന്ധത്തിന്റെ അനുഭവം അത് ഒരു ആഹാര പദാർത്ഥത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, പരസ്പരം സംതൃപ്തിയാവുന്ന, സ്നേഹമാകുന്ന, സന്തോഷമാകുന്ന ഒരു പങ്കാളിത്തത്തിന്റെ അനുഭവത്തിന് നല്ല ഒരു കെയറിംഗിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളത് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ സീരിയലുകളും സിനിമകളും ഒക്കെ കാണാറുണ്ട്. പലപ്പോഴും ചിലപ്പോൾ ആഗ്രഹിക്കും അതുപോലെയൊക്കെയുള്ള ഒരു ജീവിതമായിരുന്നു എൻ്റെ ജീവിതമെങ്കിൽ എന്ന് ആശിക്കാറുണ്ട് ചില കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ. പക്ഷേ അങ്ങനെയൊക്കെയാണ് ആഗ്രഹിച്ചത്. പക്ഷേ കെട്ടി വിവാഹ ജീവിതം തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മൊത്തത്തിൽ ആകെ മാറിപ്പോയത് എന്നുള്ളത് നമ്മുടെയൊക്കെ ചിലപ്പോൾ സങ്കടങ്ങളായിട്ട് മാറാറുണ്ട്.
ഒരിക്കലും ഡോക്യുമെന്ററി കണ്ടത് ഓർക്കുന്നത് പ്രകാരം ഒന്ന് നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. ഈ കെയറിങ്ങിന്റെ അനുഭവത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു സംഭവമാണത്. പ്രിയപ്പെട്ട മകള് 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അധ്യാപകര് കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ മാതാപിതാക്കളെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യും. രണ്ടുപേർക്കും രണ്ടു തരത്തിലുള്ള വ്യത്യസ്തമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഒന്നിച്ചല്ലാതെ ഇൻഡിവിജ്വലായിട്ട് ഒരേ ക്വസ്റ്റ്യനെയർ കൊടുത്തുകൊണ്ട് ആ ക്വസ്റ്റ്യനെയർ പൂർത്തീകരിച്ച് റെക്കോർഡ് ചെയ്ത് അധ്യാപകരെ തിരികെ ഏൽപ്പിക്കണം. അതിന്റെ ഒരു സംക്ഷിപ്തമായ രൂപം കൂടെ നിങ്ങൾ പറയണമെന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകള് അപ്പനെയും അമ്മയെയും ഒരേ ക്വസ്റ്റ്യനെയർ വെച്ച് പ്രത്യേകമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന സംഭവം ഉണ്ടാകുകയാണ്. ആ ക്വസ്റ്റ്യനെയറിനകത്ത് ചില ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. എന്നാൽ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് നടക്കുന്ന കാര്യങ്ങൾ മാത്രവുമാണ്. ഈ പ്രിയപ്പെട്ട മകള് ചോദിച്ച അല്ലെങ്കിൽ അധ്യാപകർ കൊടുത്ത ക്വസ്റ്റ്യനെയറിനകത്തെ പ്രധാന കാര്യം ഇതാണ്: പ്രിയപ്പെട്ട പപ്പായിക്ക് അല്ലെങ്കിൽ മമ്മിക്ക് വിവാഹ ജീവിതത്തിന് മുമ്പുള്ള ജീവിതവും വിവാഹ ജീവിതത്തിന് ശേഷമുള്ളതിൽ അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം ഒന്നിച്ചുള്ള ജീവിതവും തമ്മിലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യനെയറിനകത്ത് കൂടുതൽ ചോദ്യങ്ങൾ ഉള്ളത്. ഒന്ന്, വിവാഹത്തിന് മുമ്പ് ഫാദറിനോട് ചോദിച്ചു, ഫാദറിന്റെ സുഹൃത്തുക്കളെ, വീട്, ഇതൊക്കെ ആയിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, കാരണം വിവാഹ ജീവിതത്തിന് മുമ്പ് എനിക്ക് സുഹൃത്തുക്കളുണ്ട്, അതേ സുഹൃത്തുക്കൾ തന്നെ ഇപ്പോഴുമുണ്ട്. മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം ചോദിച്ചപ്പോൾ പറയുന്നു, വിവാഹ ജീവിതത്തിന് മുമ്പ് അതേ മാതാപിതാക്കളോടുള്ള ആ സ്നേഹബന്ധം തന്നെ, കാരണം ഞാൻ എൻ്റെ ഭവനത്തിലാണ് താമസിക്കുന്നത്, എൻ്റെ മാതാപിതാക്കളുമായിട്ട് അഭേദ്യമായ ബന്ധമാണ്, എപ്പോഴും ഞാൻ അവരെ കാണുന്നുണ്ട്, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കാം. ഭക്ഷണത്തിന്റെ കാര്യം ചോദിക്കുമ്പോഴും പറയുന്നുണ്ട്, ഞാൻ ശീലിച്ചു വന്നത് തന്നെയാണ് ഇപ്പോഴും ശീലിക്കുന്നത്, എൻ്റെ ഭാര്യ എനിക്ക് അങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തരാനായിട്ടാണ് ഇഷ്ടം എന്ന് പറയുന്നത്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. എന്നാൽ ഈ അമ്മയോട് അല്ലെങ്കിൽ ഭാര്യയോട് ചോദിക്കുന്ന ചോദ്യവും ഇതേ ചോദ്യം തന്നെ ചോദിച്ചു. വിവാഹത്തിന് മുമ്പ് അമ്മയുടെ ജീവിതവും വിവാഹത്തിന് ശേഷമുള്ള ജീവിതവും എങ്ങനെയാണ് എന്ന് ചോദിച്ചു. വിവാഹത്തിന് മുമ്പ് ഇഷ്ടംപോലെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ വിവാഹ ജീവിതം കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെല്ലാം പോയി, ഭർത്താവിൻ്റെ സുഹൃത്തുക്കൾ ആരൊക്കെയാണോ അതാണ് എൻ്റെ സുഹൃത്തുക്കൾ. വിവാഹ ജീവിതത്തിന് ശേഷം എൻ്റെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം അത് വളരെ കുറവാണ്. കാരണം വല്ലപ്പോഴും ഒരിക്കലാണ് വീട്ടിൽ പോകാൻ പറ്റുന്നത്, അനുവദിക്കുന്നത്, സാഹചര്യം ഒത്തുവരുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളെ കാണുവാനായിട്ടൊന്നും വലിയ സാഹചര്യങ്ങളില്ല, പറ്റുന്ന സമയത്ത് പോയി കാണുവാനായിട്ട് സാധിക്കുന്നത്. ആഹാര കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ ആഹാരം ഇഷ്ടമുള്ളത് ഒരുപക്ഷെ നോൺ വെജിറ്റേറിയൻ ആയിരിക്കും അല്ലെങ്കിൽ വെജിറ്റേറിയൻ ആയിരിക്കും, പക്ഷെ ഭർത്താവ് നോൺ വെജിറ്റേറിയൻ ആയതുകൊണ്ട് എൻ്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് ഭർത്താവിൻ്റെ ഇഷ്ടങ്ങളിലേക്ക് ഞാൻ മാറുകയാണ്. അതുപോലെ ആരോഗ്യത്തിന്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും പറയുന്നുണ്ട്, പിതാവിനെ ഫിസിക്കലി നല്ല ഫിറ്റാണ്, കാരണം കുഴപ്പമൊന്നും എക്സസൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ഓക്കെയാണ്. പക്ഷെ അമ്മയുടെ കാര്യം ചോദിക്കുമ്പോൾ പറയുന്നത് ആരോഗ്യത്തിന്റെ അവസ്ഥയൊക്കെ മോശമായിരിക്കുകയാണ്. കാരണം പ്രിയ മകള് ജനിച്ച സമയം അല്ലെങ്കിൽ ഓപ്പറേഷന്റെ സമയവും ആ സമയത്തൊക്കെ ഉണ്ടാകുന്ന ഇൻജക്ഷനും കാര്യങ്ങളും ഒക്കെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകളാണ്. നടുവേദനയും പ്രയാസങ്ങളും കൈവേദനയും കാലുവേദനയും തലവേദനയും എല്ലാം ഉണ്ട്. പക്ഷെ ഭർത്താവിനെ സംബന്ധിച്ചെങ്കിൽ പ്രിയ പിതാവിനെ സംബന്ധിച്ച് യാതൊരു ബുദ്ധിമുട്ടുകളും അധികമായിട്ടില്ല. ഇങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻ ഈ കുഞ്ഞ് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് ഈ പ്രിയ പിതാവുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഈ പ്രിയപ്പെട്ട പിതാവിനോട് ചോദിച്ച് ഈ സന്തോഷത്തിന്റെ അനുഭവത്തിൽ ഈ പ്രിയ മാതാവും അല്ലെങ്കിൽ പ്രിയ പിതാവും കുട്ടിയും കൂടെ യാത്ര ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഈ കുട്ടി അമ്മയോട് ചോദിച്ച ചോദ്യം പിതാവിനെ റെക്കോർഡ് ചെയ്തത് കേൾപ്പിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, എൻ്റെ ജീവിതം എത്രയോ ശ്രേഷ്ഠമായ ഒന്നാണ്, എൻ്റെ ഭാര്യ എത്രമാത്രം സഫർ ചെയ്താണ് എൻ്റെ കൂടെ താമസിക്കുന്നത്. ജീവിക്കുന്ന സഫറിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ഏറ്റവും എല്ലാ കാര്യങ്ങളും ത്യജിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് എന്നോടുള്ള സ്നേഹത്തിൽ ആരോഗ്യം മറന്ന് മാതാപിതാക്കളെ മറന്ന് സൗഹൃദങ്ങൾ മറന്ന് ജീവിക്കുന്ന സന്തോഷത്തിന്റെ അനുഭവം എത്രമാത്രം ആഴത്തിലുള്ളതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ട് അദ്ദേഹം അവിടെ വെച്ച് കാറ് നിർത്തി തിരികെ ഭവനത്തിലേക്ക് വന്ന് ഭാര്യയെ കാണുന്ന ഒരു സാഹചര്യം ആണ് ഡോക്യുമെന്ററിയിൽ ഓർപ്പിക്കുന്നത്. അദ്ദേഹം പറയുകയുണ്ടായി, ഇത്രമാത്രം വർഷക്കാലം എടുത്തു, അല്ലെങ്കിൽ ഈ ഒരു കമ്പാരിസൺ കേൾക്കുവാനായിട്ട് ഇടയായതാണ്
എൻ്റെ ഭാര്യയോടുള്ള സ്നേഹത്തിൻ്റെ ആഴം എത്രമാത്രമുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് ഷെയറിങ്ങിനെ പോലെ തന്നെയുള്ള ഒരു വലിയ വസ്തുതയാണ് കെയറിംഗ് എന്ന് പറയുന്നത്. കാരണം 5 പ്രിയപ്പെട്ട മാതാപിതാക്കളെയൊക്കെ വിട്ടിട്ടാണ് സുബിതോടെ വരുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയൊക്കെ വിട്ടിട്ടാണ് സുബിതോടെ വരുന്നത്. ആരോഗ്യകാര്യങ്ങളൊക്കെ എല്ലാം ഈ സുബിന് വേണ്ടി ഉപേക്ഷിച്ച് ഏറ്റവും ഭംഗിയായ രീതിയിൽ ജീവിക്കുവാൻ തയ്യാറെടുത്താണ് വരുന്നത്. അടുത്താണ് വീടുകൊണ്ട് അധികം ദൂരം പോകാൻ എപ്പം വേണമെങ്കിലും പോകാം എന്ന് സുബിക്ക് മനസ്സിൽ ചിന്തിച്ചു എങ്കിൽ പോലും ഏറ്റവും സന്തോഷമായ കാര്യം എന്ന് ഓർപ്പിച്ചു എന്ന് മാത്രം. ഇത്രമാത്രം സ്നേഹത്തിന്റെ ഒരു അനുഭവമാണ് കെയറിംഗിന്റെ അനുഭവത്തിലൂടെ ഉണ്ടാകുന്നത്. മൂന്നാമത്തെ പ്രത്യേകതയാണ് ഇൻസ്പയറിംഗ് എന്ന് പറയുന്നത്. വിവാഹ ജീവിതം മറ്റുള്ളവർക്ക് പ്രചോദനമായി തീരാൻ. പലപ്പോഴും മറ്റുള്ളവർക്ക് ഭാര്യയായിത്തീരുന്ന ഒരവസ്ഥയായിട്ടാണ് പലരുടെ ജീവിതമൊക്കെ മാറുന്നത്. പക്ഷേ മറ്റുള്ളവർക്ക് പ്രചോദനമായി തീരുന്ന ഒരു വിവാഹ ജീവിതമാണെങ്കിൽ മാത്രമേ ഈശ്വരൻ ആഗ്രഹിക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്ന ആ തലത്തിലേക്ക് ഉയർന്നു വരാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം ദൈവം ഓരോ കുടുംബത്തെയും സൃഷ്ടിച്ചത്, ആദ്യം ഏതെങ്കിലും കുടുംബത്തെ സൃഷ്ടിച്ചപ്പോഴും ദൈവം ആഗ്രഹിച്ചത് പറുദീസയ്ക്ക് തുല്യമായ ഒരു ജീവിതം മനുഷ്യൻ നയിക്കണമെന്നുള്ളതാണ്. കൽപ്പനകൾ കൊടുത്ത്, പാലിക്കേണ്ട കാര്യങ്ങൾ കൊടുത്ത് പറുദീസയില് ഈ മനുഷ്യനെ ആക്കി വെച്ചത് പറുദീസയ്ക്ക് സഹജമായ ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ്. ഈ പ്രിയപ്പെട്ട സുബിനെയും അഞ്ജുവിനെയും ചേർത്ത് വെക്കുന്നതും തീർച്ചയായിട്ടും പറുദീസയ്ക്ക് അനുഗ്രഹമായ സ്വർഗീയ ജീവിതം, സ്വർഗീയ പറുദീസയുടെ ജീവിതം ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാനായിട്ടാണ്. അബ്രഹാം പിതാവ് പറഞ്ഞതുപോലെ അനുഗ്രഹീതമായ ജീവിതം നയിക്കുവാനായിട്ടാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പറുദീസ തുല്യമായ ജീവിതം നയിക്കണമെങ്കിൽ, ഇൻസ്പയറിംഗിന്റെ അനുഭവം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ സ്നേഹത്തിൽ വസിക്കണം, ഈശ്വരനോടുള്ള ബന്ധത്തിൽ വസിക്കണം, ആരാധന ആലയങ്ങളോടുള്ള ബന്ധത്തിൽ, ഭക്തിയോടുള്ള ബന്ധത്തിൽ വസിക്കുവാൻ തക്കവണ്ണം സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഇൻസ്പയറിംഗ് ആകുന്നത്. പലപ്പോഴും നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് പറയണം, സുബിനെ പോലെ അഞ്ജുവിനെ പോലും ജീവിക്കാനായിട്ട് സാധിക്കണമെന്ന് യുവതലമുറയ്ക്ക് മാതൃകയാക്കി കാണിച്ചു കൊടുക്കുവാനായിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സാധ്യമാകുമ്പോഴാണ് നിങ്ങളുടെ വിവാഹ ജീവിതം ഇൻസ്പയറിംഗ് ഉള്ളതായിട്ട് മാറ്റപ്പെടുന്നത്. അതുകൊണ്ട് ലഭിക്കുന്ന നന്മകളൊക്കെ ദൈവത്തിന് കൊടുക്കാനുള്ളത് ദൈവത്തിന് കൊടുക്കണം, ദേവാലയത്തിൽ കൊടുക്കാനുള്ളത് ദേവാലയത്തിന് കൊടുക്കണം, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധുക്കൾക്ക് കൊടുക്കാനുള്ളത് സാധുക്കൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. പ്രാർത്ഥനയുടെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. കാരണം ദൈവമാണ് നിങ്ങളെ സമർപ്പിച്ചത്. നമ്മുടെ മനസ്സുകളിൽ ഒത്തിരിയധികം ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിച്ചപ്പോഴാണ് നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കുവാനായിട്ട് സാധ്യമാകുന്നത്. അതുകൊണ്ട് ആ ദൈവത്തോടുള്ള അഭേദ്യമായ ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്നും പ്രാർത്ഥിക്കുന്ന ഒരു നല്ല കുടുംബമായിട്ട് ഒത്തുചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന, പാട്ടുപാടി വേദപുസ്തകം വായിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഭവനമായിട്ട് നിങ്ങൾക്ക് നന്മകൾ തരുമ്പോൾ, കുഞ്ഞുങ്ങളുടെ അനുഗ്രഹങ്ങളൊക്കെ തരുമ്പോൾ അവരോടൊപ്പം ചേർത്ത് നിർത്തി ഈശ്വരനെ ഭജിക്കുന്ന ഒരു അനുഗ്രഹീതമായ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കണം. സ്നേഹത്തിന്റെ അനുഭവം ഉണ്ടാകണം. വിദ്വേഷത്തിന്റെയും കലഹത്തിന്റെയും ഭിന്നതയുടെ ഒക്കെ അനുഭവത്തെ മാറ്റിവെക്കുവാനായിട്ട് സാധിക്കണം. പ്രാർത്ഥനയിൽ ഓർപ്പിച്ചു, വിവാഹ ജീവിതത്തിന്റെ നൈർമല്യ മാർഗത്തെ വഷളാക്കുന്ന സകല ദുഷ്ടശക്തികളിൽ നിന്നും ദൈവമേ ഇവരെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചാണ് അവരെ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് ആ നൈർമല്യ ഭാവത്തിൽ നിന്ന് മാറിപ്പോകാതെ വിശുദ്ധി ജീവിക്കാൻ തക്കവണ്ണം നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് തീരണമെന്നുള്ള കാര്യം കൂടെ കൃത്യമായിട്ട് ഓർപ്പിക്കുകയാണ്. 3 കാര്യങ്ങളാണ്, 3 റിവ്യൂകളെ കുറിച്ചാണ് ഞാൻ ഓർപ്പിച്ചത്. ഷെയറിംഗ്, 2 കെയറിംഗ്, 3 ഇൻസ്പയറിംഗ്. ഈ 3 തലങ്ങൾ, ഒത്തിരിയധികം തലങ്ങളെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ പോലും ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ അനുഗ്രഹീതമായ ഒരു കുടുംബ ജീവിതം നിങ്ങൾക്ക് നയിക്കുവാനായിട്ട് സാധിക്കും. പ്രിയ അഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം പൂർവ്വപിതാക്കന്മാര്, ഭാരതത്തിലെ ഋഷിവര്യന്മാരൊക്കെ ആശംസിക്കുന്ന ഋഷിയുടെ ഹാപ്പി വെഡിങ് ഡേ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഋഷിവര്യന്മാര് പ്രിയ ഭാര്യമാരെ അല്ലെങ്കിൽ പ്രിയ മണവാട്ടിമാരെയൊക്കെ കാണുമ്പോൾ അനുഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹീത സൂത്രമുണ്ട്, ദീർഘ സുമംഗലി ഭവ. ഏറ്റവും അനുഗ്രഹീതമായ ഒരു മന്ത്രം തന്നെയാണ് ദീർഘ സുമംഗലി ഭവ. സുമംഗല്യം, മംഗല്യം എന്നും നിലനിൽക്കുന്ന രീതിയിൽ ഈശ്വരൻ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുന്ന പോലെ ബലഹീനരായ ആചാര്യന്മാരായ ഞങ്ങൾ ഓരോരുത്തരും ഈ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കുന്നു, നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ദീർഘ സുമംഗല്യം ഭവിക്കുവാൻ തക്കവണ്ണം ഈശ്വരന്റെ കൃപകൾ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയാല് ഈ ശുശ്രൂഷയ്ക്ക് ധാർമ്മികത്വം വഹിക്കാൻ തക്കവണ്ണം ദൈവം എന്നെ ഇടയാക്കിയതിൽ ഒത്തിരിയധികം സന്തോഷം, കൃതജ്ഞത, നന്ദി ദൈവത്തോട് അർപ്പിക്കുന്നു. കാരണം ബഹുമാനപ്പെട്ട സുബിനുമായിട്ടുള്ള അഭേദ്യമായ ബന്ധമാണ് ഇതിലേക്ക് കടന്നു വരാനായിട്ട് ഇടയായത്. ബഹുമാനപ്പെട്ട സുബിനും അതുപോലെ അജുവിന്റെ മകനും ഒക്കെ പഠിച്ച പീരിമേട് ബസേലിയസ് ക്രിസ്ത്യൻ എഞ്ചിനീയറിംഗ് കോളേജ്, സഭയുടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ്.
അവിടെയാണ് സുബിനൊക്കെ പഠിച്ചത്. ആ കാലഘട്ടം മുതൽ ഇന്ന് വരെയും അഭേദ്യമായ ഒരു സ്നേഹബന്ധം പുലർത്തുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിലെ ഓരോ നന്മയുടെ പടവുകളിലും അവരോടൊപ്പം തന്നെ കടന്നു വരാനായിട്ട് എനിക്കും ഇടയാകുന്നത് എന്നുള്ളത് നന്ദിയോടെ ഓർക്കട്ടെ. പ്രത്യേകിച്ച് പഠന കാലഘട്ടങ്ങളിലൊക്കെ വളരെ സാമർഥ്യമുള്ള ഒരു പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നു ബഹുമാനപ്പെട്ട സുബിൻ. അത്രമാത്രം കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ജീവിതത്തിൽ വിജയിക്കണമെന്നുള്ള ഒരു ആഗ്രഹം, ഈശ്വര ഭക്തിയോടുള്ള ആ നല്ല സ്നേഹവും ബഹുമാനവുമാണ് ഇന്ന് കാണുന്ന തലങ്ങളിലേക്ക് ബഹുമാനപ്പെട്ട സുബിനെ ദൈവം ഉയർത്തിയത് എന്നുള്ളത് ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട ഹരിചന്ദ്രമോഹൻ ഷൈമോനും അക്കാര്യത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് ആരാധന കാര്യങ്ങളിലൊക്കെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ്. ദൈവം ഈ പ്രിയപ്പെട്ട മക്കളൊക്കെ ഉയർത്തിയതിൻ്റെ വലിയ കാര്യങ്ങളാണ്. കാരണം ഇത്രമാത്രം ദൂരെ വന്ന് പഠിച്ച് ഇവിടെ നിന്ന് കോളേജിലാഞ്ഞിട്ടല്ല, ആ ഒരു സ്നേഹബന്ധം, ആ ഒരു വിധേയത്വം, ആ ഒരു ഭക്തിയുടെ നല്ല അനുഭവങ്ങൾ അത് ദൈവം മാനിച്ചവരെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ ഒരു നല്ല സ്നേഹബന്ധത്തിൽ ഇനിയും ജീവിക്കാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും കൃപകളും ഉണ്ടാകട്ടെ എന്ന് ബഹുമാനപ്പെട്ട എല്ലാ ആചാര്യന്മാരുടെയും നേതൃത്വത്തിൽ നാമത്തിൽ ഈ സമയത്ത് ഓർപ്പിച്ചുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഭാവങ്ങളും നേരുന്നു. ഈശ്വരൻ അനുഗ്രഹിക്കും. Hallelujah,
ഉണ്ടായിരുന്നവരും ഇപ്പോഴുള്ളവരും നിലനിൽക്കുന്നവരുമായ സ്വയംഭൂവും ബാലാത്മാവിന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അടയ്ക്കുന്ന അനാഥന്റെ വചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെ എല്ലാവരുടെയും മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ ധന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോദരൻ ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനില്ലാതെ പരിശോധിക്കുവാനോ ആരാധനയോ കഴിവില്ലാതിരിക്കുന്നവരും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവരും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലവും ബന്ധിതവുമായിരിക്കുന്നവരും തന്റെ വൈഭവത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും സന്തോഷകിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവരുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളുടെ നേരങ്ങളിലും കാലങ്ങളിലും അടിയാറുടെ ആവിഷ്കാരം മുഴുവനും സ്തുതിയും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. തന്റെ ശ്രേഷ്ഠതയിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവരുടേതായ കൃപാപ്രവാഹത്താലും സ്തോത്രങ്ങൾ അവിടുന്ന് സന്തോഷിക്കുകയും എളിയവരും മണ്ണയുമായി ശുശ്രൂഷകൾ കീഴ്പ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള അങ്ങയോട് യാചിച്ചുകൊള്ളുവാൻ അവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളോട് തിടുക്കുന്നവനാകുന്നു. ശിഷ്യാർത്ഥന്മാരോട് പ്രതികാരത്തിൽ അവിടുന്ന് ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും അങ്ങയുടെ ശ്രേഷ്ഠമായ അധികാരത്തിൽ വിധേയരായി വസിക്കുന്നവരുമായ അങ്ങയുടെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സംഗീതരായി അങ്ങയുടെ കരുണയുടെ നിഴലിലും ദൈവത്തിന്റെ തണലിലും അവയെ പ്രാപിച്ചിരിക്കുന്ന ഈ മക്കളെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിൽ മുന്നവരായിരുവാൻ തക്കവണ്ണമേ അവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകിയവരെ സന്തോഷിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിൽ തന്നെ നടക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ ന്യായപ്രമാണ മാർഗ്ഗത്തിൽ ഇവരെ നയിച്ചുകൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ അവർക്ക് കൃപ നൽകണമേ. ആത്മീയ നല്ലവരുടെ കൽപ്പനരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടാൽ ലാഭമുണ്ടാകുന്നവരുമായി തീരുമാനവർക്ക് സംജ്ഞാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനിലേക്ക് ആവശ്യിക്കുന്നവരും പാപമരണമുള്ളവരും വിദൂരസ്ഥരമായി വർദ്ധിക്കുമാറാകണമേ. അങ്ങയുടെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് എടുത്തു വരുവാനും ശപിക്കപ്പെട്ടാലും സാധാരണ ദാസത്തിലില്ല ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചുകൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും ഈടാക്കിയ ബുദ്ധിത്തോമിൽ നീതി പ്രവർത്തിക്കുന്ന വേഗക്കാരും അങ്ങയുള്ള ഭക്തിയിലും അങ്ങയുടെ കൽപ്പനയുടെ ആചരണത്തിലും തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ അങ്ങയുടെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും
ദുഷ്ടനെ എതിർക്കുന്നവരും അങ്ങയുടെ ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ ശ്രേഷ്ഠയെ ആരാധിക്കുന്നവരും അങ്ങയുടെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാനാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും സ്വർഗ്ഗരാജ്ഞാവിനെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. അവിടെ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനാകുന്നല്ലോ. അങ്ങേക്കും അങ്ങയുടെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ പകുപുലസുകാലൽ ദൈവത്തിൽ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാരകാലത്ത് ഇവയൊക്കെ ഇപ്രകാരം സംഭവിച്ചു. യേശു തമ്പുരാൻ ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷണാർത്ഥം പ്രേക്ഷന്മാർ അടുത്ത് ചെന്ന ഏതൊരു കാരണത്താലെങ്കിലും ഒരു തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. യേശു തമ്പുരാനോട് ഉത്തരമായി, ആദിയിൽ സൃഷ്ടാവാണ് പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട്
ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു. യേശു അവരോട് ഉത്തരമായി പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്ന വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ യേശുദാനോട് ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് ചോദിച്ചു. യേശുദാൻ അവരോട് ഉത്തരമായി പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാ ഷണ്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്മാരാക്കപ്പെടുന്നവരുമുണ്ട്. സ്വർഗരാജ്യനിമിത്തം തങ്ങളെ തന്നെ ഷണ്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ. പാർക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. ഈ കിരീടങ്ങളും വഹിക്കപ്പെടുന്ന ശിരസ്സുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. മകുടം ഘോഷമിറങ്ങുന്നു മണവാളനെ ആരായൻ അണിയിക്കും മകുടം രമ്യം. ഗുരുവണ മകനാറിവരെ
മകുടം മഹിതം ശീഘ്രം സവിതമടങ്ങീടണമേ സകലം സന്തോഷിക്കാം. പറയുമ്പോൾ കർത്താവ് നീതിയും കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങൾ അനുഗ്രഹിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കും എതിരായ അജയ്യമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വലിയുടയോൻ കൈയാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയെ ആചാര്യൻ അണിയിക്കും മകുടം രമ്യം മകുടം പാരം രുചിരം വാനിലൊരു മകുടം ഇറങ്ങിയു ഇറവൻ കയ്യാൽ ഗുരുമണമകളാറിവരെ അണിവിക്കും മകുടം മഹിതം മണവാട്ടിയുടെ മകുടം സതിമാർമൊഴിയോട് സദൃശ്യം. പറയുമ്പോൾ നീതിയും കിരീടവും അക്ഷയഭംഗിയുള്ള അലങ്കാരങ്ങൾ കർത്താവിനെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരേറ്റിക്കൊണ്ട് ആയുഷ്കാലം സന്തോഷിക്കുവാൻ നിനക്ക് ഇടയാകുകയും ചെയ്യട്ടെ. ഹോശോ വബുകുല സുബ്ഹാനഹു മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ്
നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ യഥാർത്ഥമായ തന്റെ മണവാളത്വത്തിനാൽ നിങ്ങളുടെ മണവാളത്തിന് മുദ്രയിടട്ടെ. സഭയിൽ എന്ന പോലെ നിങ്ങളെ സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലതുകൈവന്ന് നിങ്ങളെല്ലാം വസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനപൂർവ്വം നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽക്കർഷയുടെ വഞ്ചനയിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്നും ദുഃഖങ്ങളെ നീക്കുകയും ചെയ്യുമാറാകട്ടെ. അബ്രഹാം സഹാബിലും യാക്കോബ് യൗസേപ്പിൽ സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ ദൈവിക അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയതായ ദൈവിക അനുഗ്രഹം നിങ്ങൾ വസിക്കുമാറാകട്ടെ. ആകാശം പരിമിഞ്ഞും ഭൂമി ഉത്പാദിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ ദൈവിക അനുഗ്രഹങ്ങൾ നിങ്ങൾ വസിക്കുമാറാകട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹങ്ങളിലും പട്ടക്കറികളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിനാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ട് ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനെയാണെന്ന പോലെ നിങ്ങളുടെ കടങ്ങൾ പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കടലെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യാവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ നിന്ന് ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതികരേറ്റാം. ഓശോ മകുടങ്ങളെയും വരദുകരത്താൽ വാഴ്ത്തി
എന്നേക്കും നിൻ സ്തുതി പാടാൻ കിന്നരമേന്തി സ്തോത്രം ചെയ്യുവാൻ എൻ കർത്താവേ ഇവരുടെ വായ്കളെ വാഴ്ത്തിയിടേണം. സർവ്വം കേട്ടിട്ട അഭ്യർത്ഥനയെ കൈക്കൊള്ളുവോരേ. പ്രാർത്ഥന കേട്ടിട്ട ആത്മാക്കൾ കൃപ ചെയ്യണം. ഭക്തമോർ വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും ശ്രീവായുടെയും വെടിപ്പുള്ള ഏവങ്കേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിന്റെയും മുമ്പാകെയാണ് നിൽക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിപ്പിൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ, ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. ആചാര്യന്മാരിലും ശർമാശന്മാരിലും വിശ്വാസികളായ ജനങ്ങളിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ ദൈവമാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യാവർത്തമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുമായ സർവ വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ വലതുകൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. പറക്കുമോർ വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാവുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ ഭാര്യയുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിൻ. ഭാര്യ സ്വന്തം ആളുകളെ വിളിച്ച് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിന്റെ പരിചരണം നിർവഹിപ്പാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിന്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ വിശ്വാസത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരുടെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടപ്പാടുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നിന്നോട് രാജ്യവും ശക്തിയും ബോധവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള അമ്മേ, മറ്റുമറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും ദൈവത്തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സർവശക്തരുടെ പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും
വിശ്വസിക്കുന്നു. പറയാമിൻ സ്മരണം വരദായകമാകാം പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിന് കോട്ട വാഴ്ത്തുമോ. ദൈവപ്രസവിത്രേ കന്യകമറിയാമിൻ ഉയർത്തോയാറിൽ സുഖപരിമളധൂപം മുറിയോരാകിൻ മേലൈതോ ആധാരേ. വൃത്തിയിടരുതേ മാതാവേ. ഞങ്ങൾക്കായുള്ള അർത്ഥനയെ ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ ഏകാത്മജനോട് അർത്ഥിക്കാം. നീതിമാൻ പന പോലെ തളിർത്തിടുമേ. ഹല്ലേലൂയ. വളരും അവൻ ലബനോൻ കാരകിൽ പോൽ. വൃദ്ധതയിലുമാകളിട്ടു നടച്ചിടുമേ. ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്ക് പുഷ്ടികളും മാർക്കുമോ. നിൻകോലം മാതാവിൻ കോലം വല്ലിയാമേ. ഒരുപോലെയും മാർത്തോമ സ്നേഹ ഉന്നൽമേലും നിന്നോർമ്മ ഉദകണമേ. നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേകുമാരി ചോർക്കാൻ സ്തോത്രങ്കാല സ്ഫുരിയേനായി സോം. ഭാഗ്യം ദേവിയാർക്കും ഭാഗ്യം സ്നേഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാരത്തിനെ പാർക്കുമോ. ശിവായെ കാൺമാൻ കാക്ഷിച്ചൊരു സഹദേ വാഴാചിറകുകൾ പൂന്നുന്നതമാതമേറി ഒരേയോരാകെ പ്രേമൈനുമാകാരേ. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി. അടികളെയും തൻ പാപത്തിൻ വടികളെയും മായിച്ചിടാം. പറക്കുമോർ ആകാശത്തെ ഭൂമിയെല്ലാവരും അനുഗ്രഹീതരായിരിക്കട്ടെ. ആത്മീയമായ ഈ വാഹുദാശി നിങ്ങളോട് സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തിപ്പുറപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ വിശ്വാസികളായ വാങ്ങിപ്പോർക്കുന്നതിന്റെ കൃപയും ആശ്വാസവും നൽകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധവുമായ കുറ്റമുള്ളതും കുറവുള്ളതും ബലഹീനവുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുത്തെ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയാകെ തീർക്കുമാറാകട്ടെ. ഈശോ ആമേൻ.